ഓഗസ്റ്റ് മാസം മുതൽ തുടരുന്ന പ്രവാസത്തിന് ശേഷം ഷേഖ് ഹസീനയുടെ ശബ്ദം ആദ്യമായി ലോകം കേട്ടു. ഇന്ന് ഷേഖ് ഹസീനയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഹസീന പറയുന്നത് താൻ 20-25 മിനിറ്റ് കൊണ്ടാണ് കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നത്. താനും തൻ്റെ സഹോദരി ഷെയ്ഖ് റഹാനയും ജീവൻ രക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ കൃപ കൊണ്ടാണ്. ഞങ്ങളെ കൊല്ലുക എന്നതായിരുന്നു ലക്ഷ്യം. ഞങ്ങളെ കൊല്ലാൻ വേണ്ടി അവർ ആസൂത്രിതമായി പണിയെടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ഇന്ത്യയുടെ കൃപ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തി എന്നാണ് അത് വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഇതിനു മുമ്പുണ്ടായ വധശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓഗസ്റ്റ് 21 കഴിഞ്ഞ മുൻവർഷം 21 ധാക്കയിൽ ഒരു തീവ്രവാദ വിരുദ്ധ റാലി നടന്നു. ആ റാലിയുടെ നേരെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായി. 24 പേർ കൊല്ലപ്പെട്ടു. 500ഓളം പേർക്ക് പരിക്ക് പറ്റി. നിസാര പരിക്ക് ഹസീനയ്ക്ക് ഉണ്ടായി. അന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഹസീന പ്രസംഗിക്കാനിരുന്നൊരു വേദിയിൽ കൊട്ടാലിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു വേദിയിൽ ഹസീന പ്രസംഗിക്കുന്നതിന് മുമ്പ് 76 കിലോ ഭാരമുള്ള ബോംബാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ 2 തവണയും തൻ്റെ ജീവൻ ഇതിനു മുമ്പ് അള്ളാഹു രക്ഷിച്ചു. 3ാമത് കൊലയാളികൾ വിദ്യാർത്ഥി സംഘത്തിൻ്റെ രൂപത്തിൽ തൻ്റെ പാലസിലേക്ക് ഓടി വന്നപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് അള്ളാഹുവാണ്. അങ്ങനെ താൻ വീണ്ടും ജീവിച്ചിരിക്കണമെന്ന് അള്ളാഹ്ക്ക് ഒരു തീരുമാനമുണ്ട്, ഹസീന പറയുന്നു. പിന്നെ എൻ്റെ അവസ്ഥ, ഞാൻ ജീവനുണ്ടെങ്കിലും എനിക്കെൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടു, എല്ലാം കരിഞ്ഞു ചാമ്പലായി. ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹസീന ഇപ്പോൾ പറയുന്നു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ഞാനിപ്പോഴും ജീവിച്ചിരിക്കണം എന്ന്. ആ പദ്ധതി എന്തായിരിക്കും? വളരെ രസകരമായ ഒരു ശബ്ദ സന്ദേശമാണിത്. അപ്പോൾ ഇതിനകത്ത് പല ആംഗിളാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ്. അതിനെ ആത്മീയമായ തലത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് ഒരു ഇന്ത്യൻ സംസ്കൃതിയാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത പൊളിറ്റിക്സ് അർത്ഥശൂന്യമാണെന്ന് മഹാത്മാഗാന്ധി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈനായ മതകാര്യവും ദൈവികതയും ഭൗതികമായ മുണ്ടൈനായ പൊളിറ്റിക്സും തമ്മിൽ ഘടിപ്പിക്കുകയാണ് ഹസീന. അതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളെ, ദൈവഹിതമാണ് ഇതുവരെ നടന്നതെല്ലാം. ഈ ദൈവഹിതത്തിൽ ഞാൻ ജീവഹാനിയിൽ നിന്നും രക്ഷപ്പെട്ടു. അത് ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു പദ്ധതിയുണ്ട്. എനിക്ക് ഇനി ഒരു മിഷൻ പൂർത്തിയാക്കാനുണ്ട്. ആ മിഷനെ പറ്റിയുള്ള ഒരു ഡയഗ്രാം അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് അവർ. അത് അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മെക്കാനിസം. അല്ല, ഹസീനയെ സംബന്ധിച്ച് ഹസീന ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. 1 വർഷം പൂർത്തിയായില്ല. അതിനു മുമ്പ് ഏതാണ്ട് 2000ഓളം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി ഭീകരന്മാരെന്ന് പറയുന്ന അക്രമി സംഘം നടത്തിയ തേർവാഴ്ചയിലൂടെയാണ് സർക്കാർ അട്ടിമറിക്കുക. ജനവിധി അനുസരിച്ചല്ല, ജനഹിതം ഹസീനയ്ക്കൊപ്പമാണ്. ഹസീന ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. സാങ്കേതികമായി പറഞ്ഞ ഹസീന ഇപ്പോഴും പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ ഹസീന പറയുന്നു താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അള്ളാഹയുടെ കൃപ കൊണ്ടാണ്, അള്ളാഹയുടെ പദ്ധതിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വേറെ എന്തുകൊണ്ടല്ലോ പറയുന്നത്, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇപ്പോൾ അള്ളാഹയുടെ പേരിലാണ് ഈ കിരാത ഭരണം അവിടെ നടക്കുന്നത്. അവർ അല്ലാഹു അക്ബർ വിളിച്ചിട്ടാണ് മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത്, മനുഷ്യനെ അമ്പലം തകർക്കുന്നത്, മനുഷ്യനെ കൊടിയ പീഡനത്തിനിരയാക്കുന്നത് അള്ളാഹയുടെ പേരിലാണ്. അതേ അള്ളയാണ് എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എന്നോടൊരു പദ്ധതി നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മതം കൊണ്ട് കളിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അള്ളാഹയുടെ പേര് കൊണ്ട് കളിക്കുന്നവർക്ക് അതേ നാമധേയം ഉപയോഗിച്ചുള്ള ഒരു മറുപടിയല്ലേ? തീർച്ചയായിട്ടും. ഈ സന്ദർഭം, ഇന്ന് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിനൊരു മീനിങ് ഉണ്ട്. അതെ, അത് തിങ്കളാഴ്ച പിന്നെ അമേരിക്കയിൽ ഒരു അധികാരമാറ്റം വരികയാണ്. അപ്പോൾ ബൈഡൻ ഭരണകൂടം മാറി ട്രംപ് വീണ്ടും വരികയാണ്. അപ്പോൾ ആ ട്രംപിന് ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ, പ്രത്യേകിച്ചും സൗത്ത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും പദ്ധതിയുണ്ട്. അത് അവർ ബൈഡൻ ഭരണകൂടം ചെയ്ത ദ്രോഹകരമായ നീക്കമല്ല എന്നവർ കൃത്യമായി പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ ഒരു ഐലൻഡിൻ്റെ അവകാശം ചോദിച്ച് ബൈഡൻ സെന്റ് മാർട്ടിൻ ഐലൻഡ് അത് കൊടുക്കില്ല എന്ന് വന്നപ്പോഴാണല്ലോ ഹസീനയ്ക്കെതിരെ അതിപ്പോൾ അരക്കൻ ആർമി പിടിച്ചോണ്ട് പോയി. അതെ. അപ്പോൾ ട്രംപിന് ബംഗ്ലാദേശ് വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ, എല്ലാ അർത്ഥത്തിലും ന്യായമായ ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്.
അതിലവരൊരു പ്രതീക്ഷ അർപ്പിക്കുന്നു. കാരണം ഇന്ത്യയിൽ വന്നവർ കാത്തിരിക്കുന്നതും ട്രംപും ഇന്ത്യയും തമ്മിലുള്ള ഒരു റിലേഷനും ഒരു ഇപ്പോൾ പലരും വിമർശിക്കുന്ന പോലെ ഒരു ലവ് ഹെയ്റ്റ് റിലേഷനാണ് അതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മോഡിയെ വിളിക്കാതെ ജയശങ്കറെ വിളിച്ചു. അങ്ങനെയല്ല, അത് തെറ്റായ പ്രചരണമാണ്. അതെ, മോദിയെ അല്ല, ഇന്ത്യ ഗവൺമെന്റിനെ ക്ഷണിച്ചു, ഇന്ത്യ ഗവൺമെന്റ് ജയശങ്കറിനെ അയച്ചു. മാത്രമല്ല അവിടെ ക്വാഡ് മീറ്റിംഗ് നടക്കണം, അത് വിദേശകാര്യമന്ത്രിമാരാണ് ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിളിച്ചിട്ടില്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല, വിളിച്ചിട്ടില്ല. അവിടുത്തെ വലതുപക്ഷ പാർട്ടിയുടെ നേതാവിനെ വിളിച്ചിട്ടുണ്ട്. അതെ 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 ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹസീന ഇന്ന് ഇതുപോലെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വിടുമ്പോൾ തിങ്കളാഴ്ച വരാൻ പോകുന്ന ഭരണമാറ്റം അമേരിക്കയിൽ വരുന്ന മാറ്റം ബംഗ്ലാദേശിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കണ്ടുകൊണ്ടു. അത് മാത്രമല്ല, ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ മാറ്റങ്ങൾക്ക് പിന്നിൽ ജോർജ് സോറോസ് ആണെന്ന് വളരെ വ്യക്തമാണ്. ഡീപ് സ്റ്റേറ്റ് ആണെന്ന്. ഇപ്പം ഹിൻഡൻബർഗ് ക്ലോസ് ചെയ്തുകൊണ്ട് ആൻഡേഴ്സൺ ഇറക്കിയ പത്രക്കുറിപ്പുണ്ടല്ലോ, പത്രക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ എല്ലാ പ്രൊജക്റ്റുകളും പൂർത്തിയാക്കി ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഹിൻഡൻബർഗിന്റെ ഫണ്ടർ എന്ന് പറയുന്നത് ജോർജ് സോറോസ് ആയിരുന്നു. ഹിൻഡൻബർഗാണ് രാഹുൽ ഗാന്ധിയുടെ നാവിലൂടെ അദാനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദാനിയെ തകർക്കുക, ഇന്ത്യൻ എക്കണോമിയെ തകർക്കുക എന്നുള്ളത് ജോർജ് സോറോസിന്റെ അജണ്ടയായിരുന്നു. അത് നടപ്പാക്കിക്കൊണ്ടത് ഹിൻഡൻബർഗ് ആയിരുന്നു. അതേ ഹിൻഡൻബർഗ് പറയുന്നു ബംഗ്ലാദേശിലെ എൻ്റെ പദ്ധതി കഴിഞ്ഞു, ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ലോകത്ത് ആദ്യമായി അട്ടിമറിച്ച ഭരണകൂടം ബംഗ്ലാദേശാണ്. ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്ന് ട്രംപ് പറയുമ്പോൾ ആ ഭരണകൂടം വീഴണം. അതെ, ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് 5 പദ്ധതികൾ പറഞ്ഞതിൽ ഒന്ന് ഡീപ്പ് സ്റ്റേറ്റിനെ ഇല്ലാതെയാക്കും എന്നാണ്. അപ്പോൾ അതിൽ ഈ ബംഗ്ലാദേശും ഇന്ത്യയിൽ നടക്കുന്ന വിധ്വംസക പ്രവർത്തനം അടക്കവും വരും. അതെ, അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി ഇവിടെ എന്തൊക്കെ നറേറ്റീവ്സ് ഉപയോഗിച്ച് മോദിയെ നേരിട്ടോ സെയിം നറേറ്റീവ്സ് ആയിരുന്നു ട്രംപിനെതിരെ അവിടെ കൊണ്ടുവന്നത്. അതെ അതെ അതെ. അപ്പോൾ ഒരേ സ്ക്രീൻ പ്ലേയിലാണ് ഈ കളിമുടി നടന്നത്. അതെ, ഇതിനകത്ത് ഒരു ശക്തി, ഒരു സാമ്രാജ്യത്വ ശക്തി എന്ന് പറയുന്നത് നിലവിലുള്ള എല്ലാ ജനാധിപത്യ ഭരണകൂടങ്ങളെയും അട്ടിമറിക്കുക എന്നത് ഈ ഡീപ്പ് സ്റ്റേറ്റുകാരുടെ ഒരു പദ്ധതി, ഒരു അജണ്ടയാണ്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ഒന്ന്, അവരെ ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് നിരന്തരം കത്തുകൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ അവർ തുടരുകയാണെങ്കിൽ ഹസീന നാവ് തുറക്കാൻ പാടില്ല, മിണ്ടരുത് എന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ബ്രേക്ക് ചെയ്തു. അത് മാത്രമല്ല, അവരുടെ ഹസീന ഉൾപ്പെടെ 97 പേരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കി. അതുകൊണ്ട് ഇന്ത്യ കൊടുക്കുന്ന വിസയ്ക്ക് സാധുതയില്ല എന്നുള്ള വാദം അവർ പറയുന്നു. പക്ഷേ ഇന്ത്യ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു പാസ്പോർട്ട് ഇല്ലാതെ. അപ്പോൾ അല്ലാതെ ഇത് ഒരു പിരിമുറുക്കം പതുക്കെ ബംഗ്ലാദേശ് ഹസീന വിഷയത്തിൽ പതുക്കെ ഈ ചരട് മുറുകി വരികയാണ്. അത് 20-ാം തീയതിക്ക് ശേഷം അതൊരു വല്ലാത്ത ഒരു ക്ലൈമാക്സിലേക്ക് മാറിയേക്കാം. അതെ അതെ അതെ. അപ്പോൾ ഇവിടെ പുതിയ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനമേൽക്കാൻ പോവുകയാണ് ട്രംപിനോടൊപ്പം തന്നെ. അദ്ദേഹത്തിന് പ്രത്യേകിച്ചും സൗത്ത് ഏഷ്യയിൽ ഒരു ഐഡിയ ഉള്ള ആളാണ്. അത് ഈ ക്വാഡ് മീറ്റിങ്ങിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നു. ജയശങ്കർ ഉണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ബംഗ്ലാദേശ് വിഷയവും പാകിസ്ഥാൻ വിഷയവും ചൈന വിഷയവും ആദ്യമായി ഫസ്റ്റ് അജണ്ട ചൈന വിഷയമാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഹസീനയുടെ ഈ മെസ്സേജ് അടക്കം അവിടെ ഹസീന ഇപ്പൊ സംസാരിച്ചത് ബോധപൂർവമാണ്, ഇന്ത്യ അറിഞ്ഞാണ്. അതെ അതെ, ഇന്ത്യയുടെ സമ്മതത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ ഹസീനയുടെ വോയിസ് ഒന്നും പുറത്തു വരില്ല. ഇല്ല. അതെ അതെ, ഇന്ത്യയുടെ സമ്മതത്തോടു കൂടിയാണ് ഇപ്പൊ ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു മെസ്സേജ് പോയത്. അതെ, അത് കാൽക്കുലേറ്റഡ് ആണ് അല്ലേ? കാൽക്കുലേറ്റഡ് കണക്കുകൂട്ടി. മാത്രമല്ല ഈ ക്വാഡ്രാറ്ററൽ മീറ്റിംഗിൽ ഈ സംഭവം വരും, തീർച്ചയായിട്ടും ബംഗ്ലാദേശ് വിഷയം വരും. അത് മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട്, ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന പെർസിക്യൂഷൻ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ കൊന്നൊടുക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ആളാണ് ട്രംപ്. അത് മാത്രമല്ല, ട്രംപ് ഒഫീഷ്യൽ എന്ന് പറയുന്ന എക്സ് അക്കൗണ്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു പോസ്റ്റ് വന്നിരുന്നു. അതായത് ബംഗ്ലാദേശിലെ പോലീസ് സേനയിൽ ഹിന്ദുക്കൾക്ക് നിയമനം കൊടുക്കുന്നില്ല. 1500 പേരുടെ അപേക്ഷ തള്ളി 500 പേരെ പിരിച്ചുവിട്ടു. അതും ട്രംപ് ഒഫീഷ്യൽ അക്കൗണ്ടിൽ വന്നതാണ്. ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യൽ എന്ന് പറയുന്ന എക്സ് അക്കൗണ്ടിൽ വന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബംഗ്ലാദേശ് സർക്കാരിനോട് ഒരു മമതയും ഇല്ലാത്ത, നിലവിലെ സർക്കാരിനോടൊരു മമതയുണ്ട് ട്രംപിനില്ല. അപ്പോൾ ഹസീന പതുക്കെ, ഇതുവരെ മിണ്ടാതിരുന്ന ഹസീന മൗനം ഭഞ്ജിച്ച് പതുക്കെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ യൂനുസ് കുഞ്ഞിൻ്റെ ഭാവി അപകടത്തിലാവും എന്നാണ് എൻ്റെ. യൂനുസ് കുഞ്ഞ് ഓടി രക്ഷപ്പെടേണ്ടി വരും, ചിലപ്പോൾ തടവിലാകും. അതാണ് സംഭവിക്കുക.
ഏതായാലും 20-ാം തീയതി ലോകത്തെ സംബന്ധിച്ച് സമീപകാലത്തെ വർത്തമാനകാല ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് ഉള്ള കാറ്റിനെ കെട്ടഴിച്ചു വിടുന്ന ദിവസമാണ് ജനുവരി 20. അത് അജിത് ഡോയൽ പറഞ്ഞല്ലോ, അത്ഭുതങ്ങൾ വരാനിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഡോവൽ പറഞ്ഞു അത്ഭുതങ്ങൾ വരാനിരിക്കുന്നു. ആ അത്ഭുതങ്ങളുടെ ഭാഗമായുള്ള ആദ്യത്തെ ശബ്ദമാണ് ഹസീനയുടെ ഈ ശബ്ദ നാവിലൂടെ നമ്മൾ കേട്ടത്. അതെ. അപ്പോൾ കാത്തിരിക്കാം അത്ഭുതങ്ങൾക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.